ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ ഡിങ്ക ഡിങ്ക ഞങ്ങൾ ഈ കാവടി തുള്ളി എവിടെ പോകാമെന്നറിയാമോ? ഞങ്ങൾ ഇന്ന് സ്റ്റിച്ച് എടുക്കാനെ കൊണ്ട് പോകാം കേട്ടോ. അതിനുള്ള സന്തോഷം കേട്ടോ. ഇങ്ങനെ പോകുന്നെങ്കിലും തിരിച്ച് എങ്ങനെ വരുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കണ്ട് കുളിച്ചൊരുങ്ങി നല്ല സുന്ദരനും സുന്ദരിയായിട്ട് പോകാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പതുക്കെ വണ്ടിയൊക്കെ എടുത്തിട്ട് പോകാം കേട്ടോ. ഈ പോകുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്, നാളെ എടുത്താലോ നാളെ എടുത്താലോ എന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ, നാളെ എടുക്കാം. പക്ഷേ നമുക്ക് നാളെയും കഴിഞ്ഞിട്ടല്ല സ്കൂളിൽ പോകാൻ പറ്റും. എന്നാൽ പിന്നെ ഇന്ന് എടുത്തേക്കാന്നൊക്കെ ഉള്ളൊരു ഏക്കം ഉണ്ട് കേട്ടോ. അങ്ങനെ എന്തിരുന്നാലും ഇന്ന് എടുക്കാമെന്ന് കരുതിയിട്ട് ആ തല വെച്ചേക്കുന്ന സാധനം അത്ര കംഫർട്ടല്ല കേട്ടോ. ഹെൽമെറ്റ് കൂടെ വെക്കുമ്പോൾ അങ്ങനെ ഹെൽമെറ്റൊക്കെ നമ്മൾ നേരെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് റോഡിലൂടെ പോകുമ്പോൾ നമ്മൾ ഹെൽമെറ്റ് ധരിക്കുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷികമായ കാര്യമായതുകൊണ്ട് നമ്മളത് പാലിക്കുന്നു. അങ്ങനെ വണ്ടിയൊക്കെ എടുത്തിട്ട് ഇറങ്ങുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലെത്തി. നല്ല തിരക്കായിരുന്നു. ഇന്നലെ ചെല്ലേണ്ടതായിരുന്നു, പക്ഷേ ഇന്നലെ ചെല്ലാൻ പറ്റിയില്ല. സൺഡേ ആയതുകൊണ്ട് ഡോക്ടറില്ലല്ലോ എന്ന് കരുതി ഇന്നലെ പോയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചെന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. കുറച്ച് നേരം വെയിറ്റൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ദാണ്ട് ഇറങ്ങുക കേട്ടോ. ഇറങ്ങി ഇതുവരെ വണ്ടി അനങ്ങിയില്ലല്ലേ. അങ്ങനെ ഓക്കെ ഞങ്ങൾ വണ്ടിയെ കയറിയതിൻ്റെ ഒരു സെൽഫി എടുക്കണമെന്ന് പറഞ്ഞാൽ സെൽഫിയൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്ത് ചെന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ ആശുപത്രിയിലേക്ക് കയറി. ആശുപത്രി നല്ല തിരക്കുണ്ടായിരുന്നല്ലോ, ആദ്യമേ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ കുറച്ചധികം നേരം ഞങ്ങൾ ഇവിടെ കിടന്ന് വളരെ 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 വലിയൊരു പ്രയത്നമൊക്കെ നടത്തി. നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കുഞ്ഞിന് നല്ല വേദനയുണ്ടായിരുന്നു. ഇതെടുക്കാനെ കൊണ്ട് നല്ല വേദനയുണ്ടായിരുന്നു, കഷ്ടപ്പാടുണ്ടായിരുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നു, ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കഷ്ടം കേട്ടോ. കരച്ചിൽ കണ്ടപ്പോൾ എനിക്കും വിഷമമായി പോയി. അങ്ങനെ എന്തായാലും നമ്മൾ 4 സ്റ്റിച്ചും എടുത്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ അടയാനൊക്കെ ഉണ്ട്. അങ്ങനെ എന്തായാലും ആശ്വസിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങുകയാണ്. എല്ലാ തവണയും കഴിക്കാൻ ആഹാരം വേണമെന്ന് പറയുന്നവൻ ഇന്ന് എന്തായാലും സ്കെച്ചും ബോക്സും ഒക്കെ മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നേരെ ചെന്ന് ഞങ്ങളൊരു ബുക്ക് സ്റ്റാളിൽ കയറി ഒരു ബോക്സും സ്കെച്ചും ഒക്കെ മേടിച്ച് കേട്ടോ. എന്തായാലും കുറച്ചധികം കരഞ്ഞതല്ലേ, ഇനിയിപ്പോൾ ഇതൊക്കെ ഉള്ളല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോഴത്തേനും അവൻ അടുത്ത ഡിമാൻഡ് എടുക്കുക കേട്ടോ, ദാഹിക്കുന്നു എന്ന്. അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ ഒരു ബേക്കറി കയറി ജ്യൂസും കാര്യങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെ അതാണ്ട് കയറി വന്നപ്പോഴത്തേക്കിനും അമ്മ നാളെ സ്നാക്സ് കൊണ്ടുപോകാൻ നമുക്ക് എന്തെങ്കിലും വാങ്ങിയാലോ എന്നുള്ളൊരു ദയനീയമായ ചോദ്യം. അപ്പോൾ പിന്നെ നിനക്ക് സ്നാക്സ് കൊണ്ടുപോകാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ജ്യൂസും ബാക്കി കാര്യങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ അങ്ങനെ തിരിച്ചിറങ്ങുക കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ആശുപത്രി വിശേഷം ഇന്നുകൊണ്ട് പര്യവസാനിക്കുകയാണ്. ഇനിയിപ്പം പ്രത്യേകിച്ച് കുരുത്തക്കേടുകൾ ഉണ്ടാക്കുന്നിടം വരെ ഞങ്ങൾ ഹോസ്പിറ്റലിനൊക്കെ ഒരു ലീവ് കൊടുത്തിട്ട് ഞങ്ങൾ നാളെ തൊട്ട് സ്കൂളിൽ പോകാനെ കൊണ്ട് തുടങ്ങുകയാണ്. അപ്പം ഞങ്ങളുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും തന്നെ മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.